ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എന്താ നമുക്കൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? സത്യമേ പറയാവൂ, സുഖത്തിനാണ്, അല്ലേ? സുഖമല്ല, സമാധാനം വേണം. ശരിയാ, സമാധാനം ശരിയാ. എന്തിനാ സമാധാനം? എന്നാലേ സുഖമുള്ളൂ, അല്ലേ? ഒരു സമാധാനം ഉണ്ടെങ്കിലേ സുഖമുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. നമ്മളുടെ ഒക്കെ ജീവിത ലക്ഷ്യം സുഖമാണ്. ശരിയാണല്ലോ, അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഞാൻ മോന് വേണ്ടിയാണ് ജീവിക്കണത്, മോൾക്ക് വേണ്ടിയാണ് ജീവിക്കണത്. എന്തിനാ മോൾക്ക് വേണ്ടി ജീവിക്കണേ? സുഖത്തിനാ, അല്ലാണ്ടെന്താ? ശ്രദ്ധിക്കുക. സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവാ പ്രവൃത്തയ. എല്ലാ ഭൂതങ്ങളുടെ എല്ലാ പ്രവൃത്തികളും സുഖത്തിനാണ്. ഇത് പറയണല്ലോ എന്തോ ഒരു കുറച്ചില്ല ജനങ്ങൾക്ക്. ഞാൻ സുഖത്തിനാണ് ജീവിക്കണമെന്ന് പറഞ്ഞാൽ മോശമല്ലേ എന്നിട്ട് പറയാതിരിക്കും. എന്തിനാ പറയാതിരിക്കുന്നത്? നമ്മളൊക്കെ സുഖത്തിനാണ് ജീവിക്കണം. ശരി, അടുത്ത ചോദ്യം, ആരുടെ സുഖത്തിന്? അവനവൻ്റെ സുഖത്തിന്. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. തൻ്റെ കാമത്തിനായിക്കൊണ്ടാണ് എല്ലാം പ്രിയപ്പെട്ടതാകുന്നത്. ഇത് മലയാളിക്ക് വളരെ അറിയാട്ടോ. കാരണം മലയാളി വളരെ സത്യസന്ധമായി പറയാറുണ്ട്, നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്നെ ഞാൻ എനിക്ക് വേണ്ടി സ്നേഹിക്കുന്നു എന്നാണ്, അല്ലാണ്ട് വേറൊരു അർത്ഥമില്ല. ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയാ, അല്ല വേറെ വല്ല അർത്ഥം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല, ഇതാ സത്യം. നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ എനിക്ക് വേണ്ടി സ്നേഹിക്കുന്നു. നീ വിചാരിക്കും നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കേണ്ടത്, വെറുതെ വിചാരിക്കേണ്ട. അപകടത്തിൽ ചെന്ന് ചാടും നമ്മൾ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സുഖത്തിനായിക്കൊണ്ട് ജീവിക്കുകയാണ് ഈ ലോകത്തിൽ. എന്ത് ചെയ്താലും കുഴപ്പമില്ല, അയൽവാസിയെ കൊന്നാലും കുഴപ്പമില്ല, ബലാത്സംഗം ചെയ്താലും കുഴപ്പമില്ല, മോഷ്ടിച്ചാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് സുഖം ഉണ്ടായാൽ മതി എന്ന് ഏതെങ്കിലും വ്യക്തികളോ സമാജങ്ങളോ ചിന്തിച്ചാൽ മറ്റ് വ്യക്തികൾക്കും സമാജങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല. മറ്റ് വ്യക്തികൾക്കും സമാജങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല. ഇല്ലേ? കഴിയോ? കഴിയില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ മനുഷ്യന്മാർ ജീവിക്കുന്ന സമയത്ത് തൻ്റെ സുഖത്തിനായിക്കൊണ്ടുള്ള പരിശ്രമം ചില നിയമക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിമിതമായിരിക്കണം. ഇന്നിന്നതൊക്കെ ചെയ്യാം, ഇന്നിന്നതൊന്നും ചെയ്തുകൂടാ. അത്തരം നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കണം. അങ്ങനെ ക്രമീകരിച്ചാൽ മാത്രമേ ഈ ലോകം നിലനിൽക്കൂ. അതാണ് ജഗതഃ സ്ഥിതി കാരണം. ഏതേത് മൂല്യങ്ങളെയാണോ നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ച് ധരിക്കേണ്ടത്, അതാണ് ധർമ്മം. അവയെ സ്വീകരിച്ച് ധരിക്കുമ്പോൾ ഈ ലോകം നിലനിൽക്കും. ഞാൻ സുഖത്തിനായിക്കൊണ്ട് ജീവിക്കുന്നതോടൊപ്പം എൻ്റെ ചുറ്റുപാടുള്ളവർക്കും സുഖം. എൻ്റെ ഗ്രാമവും നിലനിൽക്കും, എൻ്റെ രാഷ്ട്രവും നിലനിൽക്കും, ഈ ലോകവും നിലനിൽക്കും. അതിന് വിരുദ്ധമായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ എല്ലാത്തിനും നാശമാണ്. ഇതാണ് ജഗതഃ സ്ഥിതി കാരണം. വ്യക്തമാണല്ലോ. ശങ്കരാചാര്യസ്വാമികളുടെ ധർമ്മ നിർവചനമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിസ്തരിച്ച് പഠിക്കുന്നില്ല, ചുരുക്കമായിട്ട്. ശരി, ഈ ജഗത്ത് ഇങ്ങനെ നിലനിന്നു, നമുക്കെന്താ ഗുണം? ജഗതഃ സ്ഥിതി കാരണം എന്നാണല്ലോ പറഞ്ഞത്. ഈ ജഗത്ത് ഇങ്ങനെ നിലനിന്നിട്ട് നമുക്കെന്താ ഗുണം? അപ്പം പറയുന്നു, പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഹു യഹ സഹ ധർമ്മ. പ്രാണിനാം, പ്രാണികളുടെ. പ്രാണി പറഞ്ഞാരാ? നമ്മളൊക്കെ തന്നെ. പ്രാണൻ ആർക്കുണ്ടോ അവരാണ് പ്രാണി. നമ്മൾ മലയാളികൾ ചിലപ്പോൾ ചെറിയ ഈ ജന്തുക്കളെയൊക്കെയാ പ്രാണി എന്ന് പറയുക, ഇല്ലേ? ഈ രാത്രി സമയത്ത് ഈ ട്യൂബ് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ പറന്ന് വരും. അവരാണ് പ്രാണികൾ എന്നാണ് വിചാരിക്കണത്. അതും പ്രാണിയാ, നമ്മളും പ്രാണിയാ, ബ്രഹ്മാവും പ്രാണിയാ, കൃമിയും പ്രാണിയാ, കീടവും പ്രാണിയാ.
എന്തിന് പ്രാണനുണ്ടോ അതൊക്കെ പ്രാണഃ അസ്യ അസ്തീതി പ്രാണി. പ്രാണൻ ആർക്കുണ്ടോ അവരാണ് പ്രാണി. അപ്പം പ്രാണിനാം ഇപ്പം ശാസ്ത്രത്തിൽ അധികാരം മനുഷ്യനാ ആണല്ലോ. ഇപ്പം ഗീതയുടെ ഭാഷ്യത്തിലാണിത് പറയണത്. ഗീതാഭാഷ്യം ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാ. അപ്പം ഇവിടെ പ്രാണി പറഞ്ഞ എന്താർത്ഥം? മനുഷ്യന്മാരുടെ പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസ ഹേതുഹു. സാക്ഷാത്തായ ശരിയായ അഭ്യുദയത്തിനും നിശ്രേയസത്തിനും എന്താണോ ഹേതു, കാരണം, അതാണ് ധർമ്മം. ഇവിടെ 2 പദങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്ന് അഭ്യുദയം, 2 നിശ്രേയസം. അഭ്യുദയം വർദ്ധിച്ച ഉയർച്ച. ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമ്മൾ ഉയരണം. വേണ്ടേ? സാമ്പത്തികമായിട്ട് ഉയരണം, വിദ്യാഭ്യാസപരമായി ഉയരണം, സാംസ്കാരികമായി ഉയരണം, ആരോഗ്യപരമായി ഉയരണം. എല്ലാ നിലയ്ക്കും നമുക്ക് ഉയർച്ച വേണം. വേണ്ടെന്ന് അഭിപ്രായമുള്ളവരുണ്ടോ കൂട്ടത്തിൽ? എനിക്ക് ഉയർച്ചയൊന്നും വേണ്ട. അങ്ങനെ ചിന്തിക്കരുത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഉയർന്നു പോകണം എന്നൊരു സങ്കല്പം നമ്മൾ അവർക്ക് കൊടുക്കണം. എല്ലാ മേഖലകളിലും ഉയരണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇടക്കാലത്ത് നമ്മൾക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. എന്തിനായി ഈ സാമ്പത്തികമായിട്ടൊക്കെ ഉയരണത്? ഒന്നും വേണ്ട എന്നൊക്കെ ചില തെറ്റിദ്ധാരണ നമുക്ക് ഇടക്കാലത്ത് വന്നുപോയി. അതുകൊണ്ട് വലിയ കുഴപ്പം നമുക്ക് വന്നു. ചെറിയ കുഴപ്പമൊന്നും അല്ല, വലിയ കുഴപ്പം വന്നു. ഒരിക്കൽ ഒരു പ്രഭാഷണത്തിൽ ഭൂത്യൈ ന പ്രമദിതവ്യം എന്നുള്ള മന്ത്രം നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുത് എന്നുള്ള മന്ത്രം വ്യാഖ്യാനിക്കുക. അപ്പോൾ ഒരു മുത്തശ്ശി ചോദിച്ചു, സ്വാമി എന്തിനായി പണമൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കണത്? നമ്മൾ വല്ലതും പോകുമ്പോൾ കൊണ്ടുപോവുമോ? നമ്മൾ ആ മുത്തശ്ശിയോട് അപ്പം തന്നെ പറഞ്ഞു, കൊണ്ടുപോകാനല്ല മുത്തശ്ശി, കൊടുത്തു പോവാനാ. കഴിഞ്ഞല്ലോ, പ്രശ്നം കഴിഞ്ഞില്ലേ? അപ്പം എനിക്ക് കൊണ്ടുപോകാത്തതൊന്നും വേണ്ട എന്നല്ലല്ലോ, കൊടുത്തു പോവാനാ. ഇപ്പം ജീവിതത്തിൽ ഉയരണം, എല്ലാ മണ്ഡലങ്ങളിലും ഉയരണം. ഈ ഒരു സങ്കല്പം നമുക്ക് വേണം. അപ്പം ജീവിതത്തിൽ എല്ലാ തുറകളിലുമുള്ള ഉയർച്ച ഉണ്ടാവുന്നത് എന്തിനെക്കൊണ്ടാണോ അതാണ് ധർമ്മം. ധാർമ്മികമായി ജീവിച്ചാലേ ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇത് പറയുമ്പോൾ ചിലർക്ക് വീണ്ടും സംശയം വരും, ഈ സ്വാമി പറഞ്ഞത് സ്വീകരിക്കാൻ വയ്യ. കാരണം ധർമ്മം എന്നൊക്കെ നോക്കി ജീവിക്കുന്ന ആൾക്കാർക്ക് കഷ്ടപ്പാടും ദുഃഖവും മാത്രമാണ് ഞാൻ കാണുന്നത്. എന്നാൽ വളരെ അധാർമികമായ വഴി പോകുന്നവർ വളരെ സുഖികളായി കെട്ടിപ്പൊക്കി വെച്ച മണിമാളികകളിൽ കഴിയുന്നത് ഞാൻ കാണുന്നു. പുറത്ത് കാണുന്ന വല്ലതും ആണോ സുഖമോ ഉയർച്ചയൊക്കെ? അല്ല, ഒരിക്കലും അല്ല. ധർമ്മത്തിനനുസരിച്ച് ജീവിക്കാമോ? ശാന്തി സമൃദ്ധമായി നമുക്ക് കഴിയാം, സംശയമില്ല. ബാഹ്യമായി കെട്ടിപ്പൊക്കി വെച്ചത് കണ്ടിട്ട് അതിലെന്തോ കേമത്തം വിചാരിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ആചാര്യന് യാതൊരു സംശയവും, ധാർമ്മികമായ ജീവിതക്രമം കൊണ്ട് മാത്രമേ ഉയർച്ചയുണ്ടാകൂ. അഭ്യുദയ ഹേതുഹു. ശരി, ഇതൊക്കെ വളരെ വിസ്തരിക്കേണ്ടതാണ്. ഇത്ര ചെയ്താൽ തന്നെ സാമാന്യം മനസ്സിലായി. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജീവിതത്തിൽ എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലുമുള്ള ഉയർച്ചയ്ക്ക് കാരണം ധർമ്മമാണെന്ന് പറയുമ്പോൾ അത് മാത്രം മതിയോ? നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ഭൗതിക സമ്പത്ത് വേണം, പണം വേണം, സ്വത്ത് വേണം, മക്കൾ വേണം, കുടുംബം വേണം, എല്ലാത്തിലും ഉയർച്ച വേണം. വേണ്ടെന്ന് ആരും പറഞ്ഞില്ല, വേണമെന്ന് ആചാര്യനാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ അത് മാത്രം മതിയോ? ന വിത്തേന തർപ്പണീയോ മനുഷ്യ. ഭൗതിക സമ്പത്ത് കൊണ്ട് മാത്രം സന്തുഷ്ടനാക്കപ്പെടുന്നവനല്ല മനുഷ്യൻ. അതിനപ്പുറത്ത് അവന് ചില തലങ്ങളുണ്ട്. മനുഷ്യൻ എപ്പോഴും ആത്യന്തികമായ സുഖപ്രാപ്തി വരെ അന്വേഷിക്കുന്നവനാ മനുഷ്യൻ. അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ഭൗതികമായ ഉയർച്ച വേണം, പക്ഷെ അത് മാത്രം പോരാ. പിന്നെന്ത് വേണം? അവിടെയാണ് നിശ്രേയസ ശബ്ദം പറയുന്നത്. നിശ്രേയസം മോക്ഷം, പരിപൂർണമായ ശ്രേയസ്, എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനം.
സകല ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനം, പരിപൂർണ സ്വാതന്ത്ര്യം. ഇത് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അപ്പം എല്ലാ ബന്ധനങ്ങളുടെയും മൂല കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും, അജ്ഞാനമാണ്, അറിവില്ലായ്മയാണെന്ന്. അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഓരോന്ന് കയറി കൊരുക്കണത്. അപ്പോൾ അജ്ഞാനത്തിൽ നിന്നുള്ള പരിപൂർണമായ മോചനം, സകലവിധ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനം, ദുഃഖങ്ങളിൽ നിന്നുള്ള ആത്യന്തികമായ മോചനം, അതാണ് നിശ്രേയസം. പരമപുരുഷാർത്ഥമെന്നോ മോക്ഷമെന്നോ ഒക്കെ പറയാം. അപ്പോൾ നോക്കൂ, ഈ ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണവും പ്രാണികളുടെ ജീവിതത്തിലെ എല്ലാ പ്രകാരത്തിൽപ്പെട്ട ഉയർച്ചയ്ക്കും ആത്യന്തികമായ ദുഃഖനിവൃത്തിക്കും കാരണവും എന്തോ, അതിന് പറയുന്ന പേരാണ് ധർമ്മം. ശങ്കരാചാര്യസ്വാമികൾ നിർവചിക്കുന്ന ധർമ്മനിർവചനത്തിൻ്റെ ആദ്യ ഭാഗമാണിത്. അപ്പോൾ രണ്ടാം ഭാഗം എന്താ? അപ്പം ഇത്രയും പറഞ്ഞത് താത്വികമായിട്ടേ ആവുള്ളൂ. ധർമ്മം എന്നുള്ളതിൻ്റെ താത്വിക വശമാണിത്. പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ധർമ്മം നിലകൊള്ളുന്നത്? വെറുതെ താത്വികമായി പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. പ്രായോഗികമായിട്ട് എങ്ങനെയാ ധർമ്മം? അവിടെയാണ് പറയണത്, ബ്രാഹ്മണാദ്യൈ വർണ്ണിഭി ആശ്രമിഭിശ്ച ശ്രേയോർത്ഥിഭി അനുഷ്ഠീയമാനഃ. ബ്രാഹ്മണൻ തുടങ്ങിയ വർണ്ണികളാലും ആശ്രമികളാലും ശ്രേയസ്സിനെ അർത്ഥിക്കുന്നവരാൽ അനുഷ്ഠിക്കപ്പെടുന്നതാണ് ധർമ്മം. ആദ്യം പറഞ്ഞത്, സ്വാമി പറഞ്ഞത് യുക്തിപൂർവ്വം മനസ്സിലായി. ഇപ്പോഴല്ലേ മനസ്സിലിരിപ്പ് വെളിച്ചത്ത് വന്നത്. എന്താണ്? ബ്രാഹ്മണാദ്യൈ വർണ്ണിഭി, ബ്രാഹ്മണൻ തുടങ്ങിയ വർണ്ണികൾ. ഇതാണ് നിങ്ങളൊക്കെ ഈ സവർണതയുടെ വക്താക്കളാണെന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യേ അറിയാം. ബ്രാഹ്മണൻ തുടങ്ങിയ വർണ്ണികൾ. ബ്രാഹ്മണൻ തുടങ്ങിയ വർണ്ണികൾ എന്നാ പറഞ്ഞത്, ബ്രാഹ്മണൻ മാത്രമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ആരാ ബ്രാഹ്മണൻ തുടങ്ങിയ വർണ്ണികൾ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, 4 വർണ്ണികൾക്കും. അഞ്ചാമതൊരു വർണ്ണിയില്ല. ഇന്നത്തെ ആധുനിക ലോകത്തിൽ ഈ ജാതിയെക്കുറിച്ചുള്ള ചിന്തകളൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾ പോവുകയാണ്. ജാതി എന്ന് ആരെങ്കിലും പറഞ്ഞോ? ജാതിയെപ്പറ്റി പറഞ്ഞില്ലല്ലോ, വർണ്ണമാണല്ലോ പറഞ്ഞത്. വർണ്ണവും ജാതിയും എന്തെന്ന് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്. ഇവിടെ നമ്മൾ വിശദമായിട്ട് വർണ്ണത്തെക്കുറിച്ച് പഠിക്കുന്നില്ലെങ്കിലും ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഇത്ര പേര് ഇവിടെ ഇരിക്കുന്നു, ഇത്രയും പേര് ഇവിടെയൊക്കെ ആയിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്കൊരു സംവിധാനം ആലോചിക്കേണ്ടി വരും, എവിടെയൊക്കെയാണ് ഇരിക്കുകയെന്ന്. ഇരിക്കട്ടെ, ഇത്ര പേര് ഇവിടെ ഇരിക്കുന്നു. ഈ കൂട്ടത്തിൽ ഒരാളെ പോലെ വേറൊരാളുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു നിലയ്ക്ക് നമ്മളെല്ലാം ഒന്നാ, ശരിയല്ലേ? നമ്മളെല്ലാം ഒന്നാണ്. നമ്മളിടയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ല. നമ്മളിൽ ഉയർന്ന താണ ഒന്നുമില്ല. നമ്മളെല്ലാം ഒന്നാണ്. ഒന്നാണോ? അല്ല. ഒരാളെ പോലെ വേറൊരാളില്ല. ഓരോരുത്തരും ചിന്തിക്കുന്ന, പെരുമാറുന്ന, പ്രതികരിക്കുന്ന, പ്രവർത്തിക്കുന്ന രീതികൾ വിഭിന്നങ്ങളാണ്, തീർത്തും വിഭിന്നങ്ങളാണ്. അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭിന്നത? ഒരു സംശയമില്ലാതെ പറയാം, നമ്മുടെയൊക്കെ ഗുണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം ആത്യന്തികമായി നാം ഒന്നാണെങ്കിലും നമ്മളെല്ലാം ഗുണഘടനയുടെ അടിസ്ഥാനത്തിലാണ് വേർപെട്ടിരിക്കുന്നത്. ഗുണഘടന എന്ന് പറഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങളുടെ വ്യത്യസ്തങ്ങളായ അനുപാതങ്ങളാണ്. ഈ 3 ഗുണങ്ങളുടെ അനുപാത ഭേദം കൊണ്ട് കോടിക്കണക്കിന് ഗുണഘടനകൾ ഉണ്ടാവും. കോടിക്കണക്കിന്. ഇപ്പോൾ സത്വം വർദ്ധിച്ച ഒരാൾ, ഉദാഹരണം പറയാം, സത്വഗുണം വർദ്ധിച്ച ഒരാൾ പൊതുവെ ശാന്തശീലനായിരിക്കും, അറിയാനുള്ള കഴിവുണ്ടാവും, അറിഞ്ഞതിനെ അറിയിക്കാനുള്ള കഴിവുണ്ടാവും, എല്ലാത്തിനെയും ഒരു സമതയോടുകൂടി സമീപിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവും, എല്ലാത്തിനൊരു മിതത്വം, മൃദുത്വം അങ്ങനെ ഉണ്ടാവും. ഭക്ഷണത്തിലൊന്നും അധികം എരിവ്, പുളി, ഉപ്പ് അതൊന്നും
വേണ്ട. ഇനിയിപ്പോൾ ആരെങ്കിലും കൊടുത്തു വെച്ചാൽ കഴിക്കും, പക്ഷെ അത് അവിടെ ലഹള ഉണ്ടാക്കാനൊന്നും പോവില്ല. അല്ലെങ്കിൽ വേണ്ടില്ല രജോ ഗുണം കൂടിയ ഒരാൾ, രജോ ഗുണം വളരെ വർദ്ധിച്ച ഒരാൾ ഒരു രജിപൊരി പ്രകൃതമായിരിക്കും. നല്ല കർമ്മശേഷി ഉണ്ടാവും, മറ്റുള്ളവരൊക്കെ നിയന്ത്രിക്കാനുള്ള നല്ല കഴിവുണ്ടാവും. പക്ഷെ ഒരു രജിപൊരി പ്രകൃതമായിരിക്കും. അടുത്ത് പോകുമ്പം തന്നെ ഒരു ചൂട് അനുഭവപ്പെടും ഇല്ലേ? ഭക്ഷണത്തിലൊക്കെ എത്ര എരിവ്, പുളി, ഉപ്പ് ആയാലും മതിയാവില്ല, കുറച്ചുകൂടി വേണമെന്ന് പറയും. ഇനി തമോ ഗുണം കൂടിയ ആൾക്കാർ പൊതുവെ അലസര്, ഉറക്കം തൂങ്ങിയാൾ. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയെന്ന് ചോദിച്ചാൽ പണിയില്ലായ്മയാണ്, തൊഴിലില്ലായ്മ. അതാണ് വലിയ തൊഴിൽ. അതിന് വേതനം വാങ്ങുക, അതൊക്കെയാണ് തൊഴിൽ. ഇഷ്ടപ്പെട്ട ഭക്ഷണം പറഞ്ഞാൽ പഴയത്, ഒരു കൊല്ലം മുമ്പുണ്ടാക്കിയ ബേക്കറി സാധനം, പിന്നെ അച്ചാറ്, ഇങ്ങനെയൊക്കെ പഴയത്. പുതിയ പരിപാടിയൊന്നുമില്ല. അയാൾക്ക് കാശ് കൊടുത്ത് അരി മേടിച്ച് കൊണ്ടുവന്നാലും തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റി കളയണം, എന്നിട്ട് ചണ്ടി കഴിക്കണം. അതാ സുഖം. വറ്റിച്ച് കഴിക്കില്ല. കാശ് കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ ഈ കളയണത്, അതെങ്കിലും നിനക്കൊന്ന് കഴിച്ചുകൂടെ? ഒരു സുഖാസ്വാമി. എന്നിട്ട് ഇരുന്നുറക്കം തോന്നും. എന്താ ചെയ്യണത്? എന്താ ഉറങ്ങുക? എന്താ ഉറങ്ങണം? ഊണ് കഴിച്ചാൽ അവർ ഉറക്കം സുഖ. ഊണ് കഴിച്ച് തമോ ഗുണങ്ങൾ അടിച്ചു കയറ്റിയിട്ടല്ലേ ഉറക്കം വരുന്നത്. അതേ ആൾ ക്ഷേത്രത്തിൽ നേദിക്കുമ്പോൾ സാത്വികം നേദിക്കുകയും ചെയ്യും. ചിന്തിക്കുക. ഇപ്പോൾ സത്വം, രജസ്, തമസ് ഈ ഗുണങ്ങളുടെ വ്യത്യസ്ത അനുപാതങ്ങളെ കൊണ്ട് കോടിക്കണക്കിന് ഗുണഘടനകൾ ഉണ്ടാവും. ഇതാണ് മനുഷ്യന്മാരുടെ അടിസ്ഥാനമായ വ്യത്യാസം. ഇതിനെ നമുക്ക് 4 വിഭാഗങ്ങളായി പിരിക്കാം. സത്വം ഏറ്റവും കൂടിയൊരു വിഭാഗം ഒരു ഭാഗത്ത് വെച്ചു, തമസ് ഏറ്റവും കൂടിയൊരു വിഭാഗം മറ്റേ ഭാഗത്ത് വെച്ചു. നടുക്ക് രജസ് സത്വം, രജസ് തമസ്. അപ്പം എത്രയായി? 4ആയി. സത്വം ഏറ്റവും കൂടിയത്, രജസ് സത്വം, രജസ് തമസ്, തമസ്. ഇതിൽ സത്വം ഏറ്റവും കൂടിയ ഗുണഘടനയാണ് ബ്രാഹ്മണോചിതമായ ഗുണഘടന. രജസ് ഏറ്റവും കൂടി തൊട്ട് താഴെ സത്വം വരുന്നതാണ് ക്ഷത്രിയോചിതമായ ഗുണഘടന. രജസ് ഏറ്റവും കൂടുതൽ തൊട്ട് താഴെ തമസ് വരുന്ന ഗുണഘടനയാണ് വൈശ്യോചിതമായ ഗുണഘടന. തമസ് ഏറ്റവും കൂടിയ ഗുണഘടനയാണ് ശൂദ്രോചിതമായ ഗുണഘടന. ഇങ്ങനെ 4 ഗുണഘടനകളുണ്ട്. എന്താണ് നമ്മുടെ ഗുണഘടന? അതിനനുസരിച്ച് നമുക്ക് കർമ്മം സ്വാഭാവികമായിട്ട് വരും. കൃത്രിമമായിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ സ്വാഭാവികമായിട്ട് അവനവൻ്റെ ഗുണഘടന അനുസരിച്ചേ സാധിക്കൂ. ഇനി അങ്ങനെ ചെയ്യുമ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ലോകത്തിലുള്ളതാണ് 4 വർണ്ണഭേദങ്ങൾ. ഇത് ഹിന്ദുവിൻ്റെ ഇടയ്ക്ക് മാത്രമുള്ളതൊന്നും അല്ല. ഏത് രാജ്യത്ത് പോയാലും ഒരു സമൂഹത്തിലെ വ്യക്തികളുമായി ഇടപഴകുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇയാൾ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ. അയാൾക്ക് പൂണൂലുണ്ടോ, അയാളുടെ അച്ഛനാര് അമ്മയാരെന്നൊന്നും ആലോചിച്ചിട്ടല്ല. അയാളുടെ വ്യവഹാരങ്ങൾ, ഗുണഘടന, അതിനനുസരിച്ച പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അവനവൻ്റെ ഗുണഘടനയ്ക്കനുസരിച്ച തൊഴിലാണോ ഏർപ്പെടുന്നത് എങ്കിൽ തൊഴിലിൽ നിപുണനാവും, രാഷ്ട്രത്തിന് ഉത്പാദനം വർദ്ധിക്കും. നമ്മുടെ ഗുണഘടനയ്ക്ക് വിരുദ്ധമായ തൊഴിലാണോ ഏർപ്പെടുന്നത്? ഉദാഹരണം പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ സ്വഭാവി എന്ന് വിചാരിച്ചോളൂ. അയാൾ ഒരു കച്ചവടം ചെയ്യാൻ പോയി എന്ന് വിചാരിച്ചോളൂ. എന്താ ഉണ്ടാവുക? കച്ചവടം ഒരാഴ്ച കൊണ്ട് പൂട്ടും. കാരണം 10 ഉറുപ്പ്യക്ക് വാങ്ങിയ സാധനം ഞാൻ 10 ഉറുപ്പ്യക്ക് തന്നെ കൊടുത്താൽ പോരെ, എന്തിനാപ്പോ ഇല്ലേ തോന്നും. ഒരാഴ്ച കൊണ്ട് പീടിക പൂട്ടും, സംശയമില്ല. അല്ലെങ്കിൽ ബ്രാഹ്മണ സ്വഭാവി ഒരു ക്ഷത്രിയൻ്റെ പണി ചെയ്യാൻ പോയി, അതിർത്തിയിൽ ജവാനായിട്ട് പോയി. എന്താ ഉണ്ടാവുക? രാജ്യം നശിച്ചു പോവും. കാരണം ശത്രു വരുമ്പോഴാണ് ചിന്തിക്കുക, ഞാൻ അവനെ വെടിവെച്ചാൽ അവൻ മരിച്ചു പോവില്ലേ, അവൻ്റെ പത്നി വിധവയാവില്ലേ, അവൻ്റെ കുട്ടികൾ അനാഥരാവില്ലേ. വേണ്ട, എന്തോ ആയിക്കോട്ടെ, നശിച്ചില്ലേ, രാജ്യം നശിക്കില്ലേ. ഇനി ക്ഷത്രിയ സ്വഭാവി ബ്രാഹ്മണൻ്റെ പണി ചെയ്യാൻ പോയാലോ?
ഓരോ വിദ്യാലയത്തോടും ചേർന്ന് ഓരോ മർമ്മ ചികിത്സാ കേന്ദ്രം കൂടി ഉണ്ടാക്കാം, ഒരു സംശയമില്ല. അതെ, വൈശ്യ സ്വഭാവി ബ്രാഹ്മണന്റെ പണി ചെയ്യാൻ പോയാലോ ഫീസ് കൂട്ടും. അമ്പലത്തിൽ 5 ഉറുപ്പ്യ ദക്ഷിണ കൊടുത്താൽ ഇങ്ങനെ അനുഗ്രഹിക്കും, 10 കൊടുത്താൽ ഇങ്ങനെ അനുഗ്രഹിക്കും. അതെന്തടേ, ഒരു കൈ കൊണ്ട് അനുഗ്രഹിച്ചു, മറ്റേയാളെ 2 കൈ കൊണ്ടാണല്ലോ അനുഗ്രഹിച്ചു. അവൻ 10 ഉറുപ്പ്യെന്നോ, നീ 10 ഉറുപ്പ്യതാ, ഞാനെങ്ങനെ അനുഗ്രഹിക്കും? അത് വൈശ്യ സ്വഭാവി ബ്രാഹ്മണന്റെ പണി ചെയ്യാൻ പോയാൽ നല്ലപോലെ ചിന്തിക്കുക. ഇനി ശൂദ്ര സ്വഭാവി ബ്രാഹ്മണന്റെ പണി ചെയ്യാൻ പോയാലോ സുഖമായിട്ട് ഇരുന്നുറങ്ങും, അല്ലാണ്ട് വേറെ ഒരു പണിയും നടക്കില്ല. അപ്പം ശൂദ്രൻ നല്ലോണം അധ്വാനിക്കുന്ന ആളല്ലേ? അതെ, എപ്പോഴും മറ്റൊരാളുടെ നിർദ്ദേശത്തിന് കീഴിൽ വേണം പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യൂ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യൂ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. ഒരു പണി ഒരു മാറ്റവും ഇല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വേറൊരാൾ ചെയ്യണമെങ്കിൽ അയാൾ ശൂദ്രനായിരിക്കണം. അവിടെ പോയി ആ 10 എണ്ണത്തിന് നടുക്കുന്ന ഒന്നും ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ കൊണ്ടുവരുള്ളൂ. വൈശ്യം വിചാരിക്കാൻ 2 കൂടി എടുക്കുക, പോക്കറ്റ് കിടക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ വളരെ ശാസ്ത്രീയമായ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച വിഭാഗമാണ് ചാതുർവർണ്ണ്യം എന്നുള്ളത്. നമുക്ക് സംഭവിക്കുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിനെ ജാതിയായിട്ട് തെറ്റിദ്ധരിക്കും. അങ്ങനെ ജാതിയായിട്ട് തെറ്റിദ്ധരിച്ച് ഉച്ചനീചത്വങ്ങളും മറ്റും കൽപ്പിക്കും. അവിടെയാണ് കുഴപ്പം. ഇതെല്ലാ വിഭാഗത്തിലും ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആഫ്രിക്കയെന്നോ അമേരിക്കയെന്നോ അറേബ്യയെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാ സമൂഹത്തിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരെ നമുക്ക് കാണാം. അത് ഗുണഭേദമനുസരിച്ചാണ്. ഇപ്പം ബ്രാഹ്മണാദ്യൈ വർണ്ണിഭി ആശ്രമിഭിശ്ച, ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാനുണ്ടേ വർണ്ണി എന്നൊക്കെ ഉള്ളത്. നമ്മൾ ശാസ്ത്രീയമായിട്ട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചിന്തിച്ചിട്ടേ ഇല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം, അപ്പോൾ വിശദീകരിച്ച് പറയാം. ആശ്രമിഭിശ്ച, ആശ്രമികളാലും അനുഷ്ഠിക്കപ്പെടുന്നത്. എന്ത് ഈ ആശ്രമി? ആശ്രമി ആശ്രമത്തിൽ വർത്തിക്കുന്നവൻ ആശ്രമി. ആശ്രമം എന്ന് പറഞ്ഞാലോ ആശ്രാമ്യന്തി അസ്മിൻ ഇതി ആശ്രമം. എവിടെയാണോ പരിപൂർണമായി തപസ് അനുഷ്ഠിക്കുന്നത് അതാണ് ആശ്രമം. ബ്രഹ്മചര്യാശ്രമം, വിദ്യാഭ്യാസ കാലഘട്ടം. എന്തിനാണ് ജീവിക്കണതെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും വ്യക്തമായി പഠിക്കുന്ന ഘട്ടമാണ് ബ്രഹ്മചര്യാശ്രമം. ജീവിതത്തിൻ്റെ ലക്ഷ്യം മാർഗം. മാർഗത്തിൽ തൊഴിലുകളൊക്കെ പഠിക്കണം. ലക്ഷ്യത്തിൽ ജീവിതത്തിൽ അടിപതറാതെ ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം. ഇത് രണ്ടും നേടുന്നതാണ് ബ്രഹ്മചര്യാശ്രമം. ഗൃഹസ്ഥാശ്രമം, ഗാർഹസ്ഥ്യധർമ്മങ്ങളെ പരിപാലിക്കേണ്ടുന്ന ആശ്രമം. ഒരുപാടുണ്ട് ഗൃഹസ്ഥധർമ്മങ്ങൾ, വളരെ വിസ്തൃതമാണ്. വാനപ്രസ്ഥാശ്രമം, ഉപാസനകളെ ചെയ്ത് ഏകാഗ്രത വളർത്തി എല്ലാ ബന്ധങ്ങളെയും വേർപെടുത്തുന്ന ആശ്രമം. സന്യാസാശ്രമം, ആത്മവിചാരത്തോടുകൂടി ആത്മനിഷ്ഠനായി ആനന്ദ സ്വരൂപത്തിലേക്ക് ഉയരുന്ന ആശ്രമം. ഇങ്ങനെ ആശ്രമങ്ങൾ 4. എല്ലാ വർണ്ണികളും ആശ്രമികളും ആചരിക്കേണ്ടതാണ് ധർമ്മം. ഒരാളെ അതിൽ നിന്ന് വേർപെടുത്തിയിട്ടില്ല. അപ്പോൾ അവിടെ ചോദ്യം വരും, എല്ലാവരും ഇപ്പോൾ ധർമ്മം ആചരിക്കണുണ്ടോ? ഉണ്ട് വെച്ചാൽ ലോകം എങ്ങനെയാ? മറുപടി ശ്രേയോർത്തിഭി, ജീവിതത്തിൽ ശ്രേയസ് ആഗ്രഹിക്കുന്നവരൊക്കെ ധർമ്മം ആചരിക്കും. എല്ലാവരും ഇപ്പോൾ ശ്രേയസ് ആഗ്രഹിച്ചോളണമെന്നൊന്നുമില്ല. ജീവിതത്തിൽ ഉയർച്ച, ജീവിതത്തിൽ ജ്ഞാനം, ജീവിതത്തിൽ മോക്ഷം ആഗ്രഹിക്കുന്നവരൊക്കെ ധർമ്മം ആചരിക്കും. ഇതാണ് ശങ്കരാചാര്യസ്വാമികൾ ധർമ്മത്തെ നിർവചിക്കുന്ന ഒരൊറ്റ വാചകം. എന്താ വാചകം? ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസ ഹേതു യഹ സഹ ധർമ്മ ബ്രാഹ്മണാദ്യൈ വർണ്ണിഭി ആശ്രമിഭിശ്ച ശ്രേയോർത്തിഭി അനുഷ്ഠീയമാനഃ. അങ്ങനെയുള്ള ധർമ്മത്തെ നമ്മൾ സനാതനം എന്തുകൊണ്ടാണ് പറയണത്? സനാതനധർമ്മം. സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, ഒരിക്കലും നശിക്കാത്തത്. ഒരിക്കലും നശിക്കാത്തതോ? അതെ, നോക്കൂ, നമ്മൾ ലോകത്തിൽ എന്ത് കാണുന്നുണ്ടോ ഒക്കെ നശിക്കണതാ, ഇല്ലേ? അതെ, ലോകത്ത് നമ്മൾ കാണുന്നൊക്കെ നശിക്കണതാ.
നശിക്കണമല്ലാത്തൊന്നും കാണുന്നില്ല. ഒരാളെ കണ്ടിട്ട് നിശ്ചയമായും എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുകയെന്ന് സ്വാമി ഒരു പ്രവചനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒറ്റൊന്നേ എനിക്ക് പറയാറിയുള്ളൂ. എന്താണ്? നിങ്ങൾ മരിച്ചു പോകും. ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ചിലർ വിചാരിക്കും ഇങ്ങനെ ഒക്കെ പറയാൻ പാടുണ്ടോ സ്വാമി എന്ന്. പറഞ്ഞിട്ടുണ്ട് സത്യമായിട്ടും. കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ്. ഒരിക്കൽ തളിപ്പറമ്പിൽ ആണ്, തൃച്ചംബരത്ത്. അപ്പോൾ അവിടെ നമ്മളൊരു ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞൊരു വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഒരമ്മ, യുവതിയാണ്, വളരെ യുവതിയായിട്ടുള്ളൊരമ്മയാണ്. ഒരു കൊച്ചു കുഞ്ഞ്, രണ്ടുപേരും കൂടി വരുന്നു. അപ്പോൾ വരുന്ന വരവ് കണ്ടറിയാം അവർ കുളിച്ച് വരിക. ചെറിയെന്ന് കയ്യിൽ കുറേ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ അലക്കിയിട്ടുള്ളത് ഇങ്ങനെ ഇട്ടുണ്ട്. മറ്റേ കയ്യിൽ കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട്. ഈ കാഷായ വസ്ത്രം കണ്ടപ്പോൾ അവിടെ നിന്നു ഒറ്റ നപ്പ്. സ്വാമി നമസ്കാരം. ഓ നമസ്കാരം. സ്വാമി നോക്കി പറയുമോ? ഓ പറയാലോ, പറയാം. എന്നാ എൻ്റെ ഒന്ന് ഫലം പറയൂ സ്വാമി. ഈ അമ്മ മരിച്ചു പോവും. വേറെന്താ എനിക്ക് പറയാറിയ? വേറൊന്നും അറിയില്ല. പിന്നെ അമ്മേനെ സ്നേഹപൂർവ്വം പിടിച്ചിരുത്തി പറഞ്ഞു. ഞാൻ ആരാന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല. ഈ കാഷായ വസ്ത്രം കണ്ടപ്പോഴത്തേക്ക് ഫലം പറയുമെന്നും പറഞ്ഞ് നിന്നിരിക്കുക. എനിക്ക് ഈ അമ്മയെ ചൂഷണം ചെയ്യാനും തെറ്റിദ്ധരിപ്പിക്കാനും അമ്മയുടെ പോക്കറ്റിലുള്ള മുഴുവൻ പൈസ എൻ്റെ കയ്യിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിലോ? എന്തോ ഒരു കുടുംബക്ഷേത്രത്തിൽ ഒരു പോരായ്മ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ദോഷങ്ങൾ ഇന്നതൊക്കെ കാണുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് നോക്കിയിട്ട് ഒരു നാഗസ്ഥാനം നശിപ്പിച്ച ദുരിതം കാണുന്നുണ്ട്. ഇത് 2 പറഞ്ഞാൽ തന്നെ വീഴും. ഇതിന് പരിഹാരം ചെയ്താൽ ഒക്കെ ശരിയാവും കിട്ടുക. എന്താ പരിഹാരം? അത് എനിക്കൊരു 10,000 റുപ്യ തന്നാൽ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. സുഖമായിട്ട് അവരെ 10,000 റുപ്യ എവിടെയായി? എൻ്റെ പോക്കറ്റിലായി. ഞാൻ ആരാന്നും കൂടി അറിയില്ല. എന്നിട്ട് ആ കാഷായം കണ്ടപ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു തരുമോ ചോദിച്ചത്. എന്താ ചെയ്യുക? ഈ ജാതി അജ്ഞാനത്തിൽ നമ്മൾ പെട്ടാൽ ചൂഷണം ചെയ്യപ്പെടുന്നതിൽ വല്ല ദോഷമുണ്ടോ? ആലോചിച്ച് നോക്കൂ. അതിരിക്കട്ടെ, വിഷയത്തിലേക്ക് വരിക. അപ്പം നമുക്ക് ജാതസ്യ ഹി ധ്രുവോ മൃത്യു, ജനിച്ചതിന് മരണം ഉറപ്പാ. ഇനി ചോദിക്കട്ടെ, നശിക്കണതൊക്കെ ഉണ്ടായതുമല്ലേ? അല്ലേ? നശിക്കണതൊക്കെ ഉണ്ടായതാണ്, ഉണ്ടായതൊക്കെ നശിക്കും. അപ്പോൾ സനാതനധർമ്മം, ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? ഒരിക്കലും ഉണ്ടായതും അല്ല. അപ്പം ഇല്ലാത്തതാ? ഒരിക്കലും ഉണ്ടായിട്ടുള്ളതല്ല. എല്ലാ ഉണ്ടാവലുകൾക്കും നശിക്കലുകൾക്കും അടിസ്ഥാനമായിട്ടുള്ളതാണ്. ഇതേതെങ്കിലും ഒരു വ്യക്തി സ്ഥാപിച്ചതല്ല, ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തി സ്ഥാപിച്ചതല്ല. ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സനാതനധർമ്മത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആരുമില്ല, ഈശ്വരൻ തന്നെ. അല്ലാണ്ട് ആരാ? അല്ല, ഞങ്ങൾക്ക് ഓരോ മതത്തിനും ഓരോ സ്ഥാപകന്മാരുണ്ട്. ആയിക്കോട്ടെ, അതെന്താ വിരോധം? നിങ്ങൾക്കൊരു സ്ഥാപകനുണ്ടോ? ഇല്ല. ഫിസിക്സിൻ്റെ സ്ഥാപകൻ ആരാ? ആരാ? കെമിസ്ട്രിയുടെ സ്ഥാപകൻ ആരാ? പറഞ്ഞുതരൂ, ആരെങ്കിലും പറയൂ. ഉണ്ടോ? ഇല്ല. അതിൽ പലരും വന്നു, അതിനെ പോഷിപ്പിച്ചു. ഇവിടെയും പല ഋഷിമാർ വന്നു, ദർശനത്തെ പോഷിപ്പിച്ചു. അത്രയേ ഉള്ളൂ. സ്ഥാപകനില്ല. ഒരു കാലഘട്ടത്തിൽ, ഒരു ദേശവിശേഷത്തിൽ ഇന്നാളാൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സ്ഥാപിക്കപ്പെട്ടതല്ല ഇത്. മതങ്ങൾ ആവിർഭവിക്കും, തിരോഭവിക്കും, പരസ്പരം കലഹിക്കും. ഏതാവിർഭവിച്ചാലും തിരോഭവിച്ചാലും അതിനാലൊന്നും ബാധിക്കപ്പെടാതെ ശാശ്വതമായി നിലകൊള്ളുന്ന മൂല്യങ്ങളുടെ ആകത്തുകയാണ് സനാതനധർമ്മം. ആ അർത്ഥത്തിലാണ് സനാതനം എന്ന ശബ്ദം പ്രയോഗിക്കുന്നത്. ഇനി വേറൊരർത്ഥമുണ്ട്, സനാതനസ്യ ധർമ്മ, സനാതനൻ്റെ ധർമ്മം. സനാതനൻ ഈശ്വരൻ, ഈശ്വരൻ്റെ ധർമ്മമാണ്. അപ്പോൾ സനാതനമായ നാശരഹിതമായ ധർമ്മം അല്ലെങ്കിൽ ഈശ്വരൻ്റെ ധർമ്മം, ഇങ്ങനെ 2 അർത്ഥങ്ങളാണ് സനാതനധർമ്മത്തിനുള്ളത്. ഇങ്ങനെയാണ് ധർമ്മശബ്ദത്തെ ഏറ്റവും പ്രാഥമികമായി ഒന്ന് നോക്കിക്കണ്ടാൽ